ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ സ്വിറ്റ്സർലാൻഡിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ ഞങ്ങൾ കേബിൾ കാറിൽ വന്നിട്ട് ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് പോകാനായിട്ട് ഒരു സ്റ്റേഷനിൽ വരും. ആ സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോൾ ഈ ട്രെയിനിൽ നമ്മൾ കയറിയിട്ട് അവിടേക്ക് പോകണം. ഈ സ്റ്റേഷൻ്റെ പേര് ഐഗർ ഗ്ലെൻഷ്യർ അങ്ങനെ എന്തോ ആണ്. ഞങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അവിടെ വലിയ വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടണലിൻ്റെ അകത്ത് കൂടിയാണ് പോകുന്നത്. 2 മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടിയുള്ള ടണലിൻ്റെ അകത്ത് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് പതുക്കെ വണ്ടി വിട്ടു. നമ്മൾ സൈഡ് സീറ്റൊക്കെ പോയി ഇരുന്നു. പക്ഷേ എന്നാലും അതുകൊണ്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് കുറച്ചിങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്കൊരു സ്പോട്ടുണ്ട്. അവിടെ അവർ നിർത്തും. ഇതാണത്. അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അവിടുന്ന് കുറച്ചൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി നമുക്ക് ഫോട്ടോ എടുക്കാം. വേണമെങ്കിൽ അവിടെ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് അവർ ട്രെയിൻ നിർത്തി തരും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി, എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് പിന്നെ വീണ്ടും ട്രെയിനിൽ യാത്ര ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പം ലാസ്റ്റ് സ്റ്റോപ്പ് ടോപ്പ് ഓഫ് യൂറോപ്പ് ജുങ്ഫ്രൗ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ ഇറങ്ങുകയാണ്. അവിടെ നിന്ന് നമ്മൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഇവിടുത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണെന്നാണ് ഇവരുടെ ഇത്. അപ്പോൾ ഇത് 3454 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്, എബവ് സീ ലെവൽ. അപ്പം ഇതാണ് നമ്മൾ വന്ന ട്രെയിന്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ ഒരു 5 മിനിറ്റൊക്കെ നടക്കാനുണ്ടാവും. നല്ല തണുപ്പുമുണ്ട്. ഞങ്ങളിങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ടിക്കറ്റ് പോലെ, ഒരു കൗണ്ടർ പോലെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇവരവിടെ ഇങ്ങനെ കേർട്ടൻ പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കൗണ്ടറിൽ കൂടി അങ്ങോട്ട് പോകുന്നവരും ഇങ്ങനെ 2 ലൈനൊക്കെ വെച്ചിട്ട് ഇവിടെ നമ്മൾ വെളിയിൽ ഇറങ്ങിയാലാണ് നമുക്ക് ആ ബാക്കിയുള്ള അട്രാക്ഷൻസ്. ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗ്ലേഷ്യറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണിപ്പം ഞങ്ങൾ ഉള്ളത്. അപ്പം ഇവിടെ ഇങ്ങനെ ഫുൾ സ്നോ ആണ്. നമുക്ക് അവിടെ അറ്റം ആ ഇത് കാണുന്നതിൻ്റെ അവിടെ, മല കാണുന്നതിൻ്റെ അവിടെ വരെ നമുക്ക് നടക്കാം. കുറേ ആൾക്കാർ സ്കീ ചെയ്യുന്നു, കുറേ ആൾക്കാർ നടന്നു പോകുന്നു, കുറേ ആൾക്കാർ അവിടെ കളിക്കുന്നു. പക്ഷേ വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇഷ്ടംപോലെ നടക്കാമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈനായിട്ട് ഇങ്ങനെ കുറച്ച് പേര് താഴോട്ട് വരുന്നുണ്ട്. അതെന്താണെന്തോ അങ്ങനത്തെ ഒരു ഗെയിം. അങ്ങനെ കുറേ അഡ്വഞ്ചറസ് സ്പോർട്സ് ഉണ്ട് ഇവിടെ ചെയ്യാൻ പറ്റിയത്. ഞങ്ങളതൊന്നും ചെയ്തില്ല. അവിടെ കുറേ നേരം നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഐസ് പാലസിലേക്ക് വന്നു. ഇതാണ് ഐസ് പാലസ്. ഐസ് പാലസിൽ ദൈവമേ നടക്കുമ്പോൾ നമ്മൾ വീഴും, തെന്നി പോകും. പേടിച്ച് പതുക്കെ വേണം നടക്കാൻ. കാര്യം ഫുൾ നമ്മൾ ഫ്രീസറിനകത്ത് ഇരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതേപോലെ. ഇതൊക്കെ ഐസാണ്. അതിലിങ്ങനെ ഓരോ കമ്പിയൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല നീറ്റായിട്ട് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പേടിച്ച് നടക്കണം. പതുക്കെ എപ്പോഴാണ് തെന്നി വീഴുകയെന്ന് അറിഞ്ഞുകൂടാ. വീണാൽ ശരിക്കും കാലൊടിയാനുള്ള അത്രയ്ക്ക് തിക്കായിട്ടുള്ള ഐസല്ലേ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞു ഇന്നത്തെ വിശേഷം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ അടുത്ത ആഴ്ച വരാം. അതുവരെ എല്ലാവർക്കും ബൈ.